നിങ്ങളിത് മേടിച്ചിട്ട് പറയാ ചെറുത് മേടിച്ചാവൂലേ? ഇവിടെ ഫാമുണ്ട് ചെറുമത്സരം അത് ഞാൻ ഓനറിവ് പറഞ്ഞ കാലത്ത് ഞാൻ 40 ഇത് ഓനറിവ് പറഞ്ഞ കാലത്ത് തുടങ്ങി ഞാൻ ഗ്ലോബിൽ നിന്ന് കോഴി കൊടുക്കും അന്ന് മാറിയില്ല മാറി നമുക്ക് മാറി ആവശ്യമൊന്നുമില്ല. ഓൻ്റെ ഫാമുണ്ട് ഇവിടെ ഞാൻ ഒരു 80% സ്ഥലം എടുത്തില്ല അതിലാണ് ഫാമുകളൊക്കെ ഇല്ല അവൻ ഫാമില്ല. നല്ല 2 കാളക്കുട്ടികൾ ഇട്ടാ നല്ല സൂപ്പറാണ്. ഇവനാണ് നോക്കണല്ലേ? ഇവനാണ് അതിൻ്റെ ആളല്ലേ? ആ ബക്കറ്റ് കാരോട്ട് കൊടുക്ക്. ഇതാ ഒന്നത് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കാളവണ്ടി ഉണ്ട്. ഇതാ കാളവണ്ടി. ഇതിപ്പോൾ വലിക്കലൊന്നും ഇല്ലല്ലേ കാളമ്മേ? മൂരിണ്ടാർന്ന് കൊടുത്താണ്. ഇതിപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ അപൂർവമായിട്ട് അത് കാണുള്ളൂ. കാരണം ഉത്തരേന്ത്യയിലാണ് ഇതിൻ്റെ ഫുള്ള് പ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. കാളവണ്ടി കാളനെ വിറ്റ് നല്ല നല്ല അംബാസഡറിൻ്റെ ടയറാ തോന്നുന്നു. അതെന്താ ഓല മടൽ വീണാ? അബ്ബനാണ് നോക്കണ ആള്. ഈ കണ്ണാടക്കാരൻ ഇതാ ഒരു കണ്ണാടക്കാരുണ്ട് ഇവിടെ. 2 കാളക്കുട്ടികൾ. ഇത് കൊടുക്കാളല്ലേ? എന്താ വില പറഞ്ഞ്? മര്യാദക്ക് പറഞ്ഞോ ഒത്തൊപ്പിക്കാ പറഞ്ഞോ? ഇതിൻ്റെ വിലാണ്ട് പറഞ്ഞോ? രണ്ടും പാടെ 30 ഉറുപ്പിക കിട്ടിയാൽ കൊടുക്കാന്ന് പറഞ്ഞ ബോസ് ഈ നിൽക്കണ്. ഇവനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ആ നല്ല കാളക്കുട്ടികൾ. നല്ല കൊമ്പ് പിന്നെ മാൻകൊമ്പ് പോലത്തെ കാളക്കുട്ടികളാണ്. മാൻകൊമ്പൻ ഒക്കെ മറ്റേ മാർക്കിസ്റ്റിൻ്റെ ആൾക്കാരാ. മാർക്കിസ്റ്റിൻ്റെ ചരടാണ് കെട്ടിക്കണ്. കമ്മ്യൂണിസ്റ്റാ നടക്കണ് കാളക്കുട്ടികൾ. ആ ഇതൊരാളാണ് ഒക്കെ നോക്കണ ആളാണ്. അപ്പോൾ കാളവണ്ടിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ദിവസം കാളനെ വലിയ പോത്തിനെ കെട്ടി വലിക്കാൻ പറ്റുമോ നമുക്കത്? ആ ഇനി നല്ലൊരു കാട്ടിപ്പോത്തിനെ കൊണ്ടിട്ടുണ്ട്. അതിട്ട് വലിക്കാം. ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ, കാളവണ്ടിയുടെ ആൾക്കാരൊക്കെ. 3 പോത്തും കുട്ടികൾ നല്ല സൂപ്പർ ജാതി. 3 പോത്തും കുട്ടികൾ നിൽക്കണ്. ഇത് നല്ല കനുള്ള ജാതിയാണ്. നല്ല പോത്തും കുട്ടിയാണ്. ഇത് വേറെ ഇത് ചെയ്യുന്നോ? നല്ല പോത്ത്, സൂപ്പർ പോത്തും കുട്ടികൾ. നല്ല തുടിപ്പൻ. കുളത്തിൽ വെള്ളം നിറച്ചിട്ട് ഇട്ടുക. നല്ല 3 പോത്തും കുട്ടികൾ. ഇത് കുറച്ച് കനം കുറവാ. അപ്പം ഞാൻ അവർക്ക് വിളിച്ച്. അപ്പോൾ അവന് ഇവിടെ അവന് കടയിൽ തിരക്കുണ്ട്. നാടൻ പോത്തുംകുട്ടി എരുമേലി അംസയുടെ മക്കളാ. എരുമേലി അംസ ആ പോണേ എരുമാളി അംസ. ഇതാ നല്ല പോത്തുംകുട്ടി. അവിടെ നടന്ന ഫുള്ള് പോത്തിനെ തടയാൻ വേണ്ടി നടക്കുക. ഫുള്ള് പോത്ത് വെച്ചോടാ. ഓടിയും ചാട്ടൊന്നും വേണ്ട. അവിടെ നിന്നോ ഒന്ന് കാണാമെന്നാ.
1.5 ലക്ഷം എന്ത് കിട്ടി പറഞ്ഞത് 1.5 ലക്ഷം പോത്തുക്കും എന്താ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ട് വെറുതെ ധൈര്യത്തിൽ ചോദിച്ചിട്ട് പോയിട്ട് കാര്യമല്ലോ കച്ചവടം നടക്കുന്നുണ്ടെങ്കിലേ